عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു നാസിയാത്തിലെ വ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ എന്ന് പറയുന്ന ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുകയും സ്വന്തം നഫ്സിനെ ദേഹേച്ഛയെ തൊട്ട് വിലക്കുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തവൻ ആരോ അവനാണ് വിജയമുള്ളത് എന്നാണ് ആയത്തിൻ്റെ സാരം, ആയത്തിൻ്റെ അർത്ഥം. അവിടെ ദേഹേച്ഛയിലേക്ക് അടിമപ്പെട്ടു പോകുന്നതിൻ്റെ അപകടവും എങ്ങനെയാണ് ദേഹേച്ഛയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ദേഹേച്ഛയെക്കുറിച്ച് പ്രതിപാദിക്കുന്നിടത്ത് 50ഓളം മാർഗങ്ങൾ, ദേഹേച്ഛയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കുന്ന മാർഗങ്ങൾ തൻ്റെ ചില ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതുമായി നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതാനും ചില അടയാളങ്ങൾ, ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ വായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത 41-ാമത്തെ ആയത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആദ്യം നമുക്കൊന്ന് പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإن الجنة هي المأوى. فإن الجنة هي المأوى. فإن الجنة هي المأوى. يسألونك عن الساعة أيان مرساها. يسألونك عن الساعة أيان مرساها. يسألونك عن الساعة أيان مرساها. فيما أنت من ذكراها. فيما أنت من ذكراها. إلى ربك منتهاها. إلى ربك منتهاها. إلى ربك منتهاها. إنما أنت منذر من يخشاها. إنما أنت منذر من يخشاها. إنما أنت منذر من يخشاها. كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. فإن الجنة هي المأوى. فإن തീർച്ചയായും. ഇന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ ഹർഫു തൗക്കീദാണ്. തൗക്കീദിന് വേണ്ടി വരുന്ന ഹർഫാണ്, ഒരു കാര്യത്തെ ഉറപ്പിക്കാൻ വേണ്ടി വരുന്ന ഹർഫ്. തീർച്ചയായും അൽ ജന്നത സ്വർഗമാണ്, ഹിയൽ മഅ്വ
അതായത് ഫ ഇന്നൽ ജന്നത്ത വ്യാകരണ നിയമപ്രകാരം ഫ ഇന്നൽ ജന്നത്ത എന്ന് പറഞ്ഞതിന് ശേഷം മഅ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി. പക്ഷെ ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഹിയൽ മഅ്വ, ഫ ഇന്നൽ ജന്നത്ത തീർച്ചയായും സ്വർഗമാണ്, ഹിയ അത്, അൽ മഅ്വ അൽ മൻസിൽ, അൽ മസീർ അവന്റെ മടക്കം. മഅ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മടങ്ങുന്ന സങ്കേതം, അവന്റെ മടക്കസ്ഥാനം അത് സ്വർഗം തന്നെയാണ് എന്നാണ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത്? വീണ്ടും ഫൈനൽ ജന്നത്ത എന്ന് പറഞ്ഞിട്ട് അത് അവന്റെ മടക്കമാണ് എന്ന് പറഞ്ഞത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെടുകയും സ്വന്തം നഫ്സിനെ ദേഹേച്ഛയെ തൊട്ട് കാത്തു സൂക്ഷിക്കുകയും ചെയ്ത ഒരാൾ അവന്റെ സങ്കേതം സ്വർഗം മാത്രമാണ് എന്നാണ്, അവന്റെ മടക്കം സ്വർഗം മാത്രമാണ്. അതായത് ഈ ആയത്തിൽ ഫൈനൽ ജന്നത ഹിയൽ മഅ്വ, സ്വർഗമാണ് അവന്റെ മടക്കസ്ഥാനം എന്ന് പറയുന്ന ആയത്തിൽ ദുനിയാവിനോടുള്ള വിരക്തിക്കുള്ള തെളിവ് അതിലുണ്ട്. അൽ ഹസ്സു അലൽ ആഖിറ, ആഖിറത്തിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനമാണ് ആ ആയത്തിലുള്ളത്. അതായത് നമ്മുടെ അവസാനം എവിടെയായിരിക്കും? സ്വർഗത്തിലായിരിക്കും. അപ്പൊ ദുനിയാവ് എന്നുള്ളത് എന്തല്ല, നമ്മൾ എന്നെന്നും ജീവിക്കുന്ന, നമ്മുടെ കാലാകാലമുള്ള സ്ഥിരവാസമുള്ള ഒരു ലോകമല്ല ദുനിയാവ്. മറിച്ച് ദുനിയാവ് എന്നത് കുറച്ചു കഴിഞ്ഞാൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകും. നമ്മുടെ യഥാർത്ഥ സ്ഥലം, യഥാർത്ഥ സ്ഥാനം, യഥാർത്ഥ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വർഗമാണ് എന്നതിലേക്കുള്ള ധ്വനിയാണ് ആ ആയത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് ദുനിയാവിലെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കേണ്ടത് ഒരു യാത്രക്കാരനെ പോലെയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വളരെ അർത്ഥവത്തായ ചില നസീഹത്തുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ്, നീ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെ ജീവിക്കണം. ഔ ആബിറു സബീൽ, അതല്ലെങ്കിലോ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണം എന്നാണ്. അപ്പൊ ഇങ്ങനെയാണ് ദുനിയാവിൽ എന്ത് ചെയ്യേണ്ടത്? ജീവിക്കേണ്ടത്. ഒന്നുകിൽ അപരിചിതനായി ജീവിക്കണം. അപരിചിതനായി ജീവിക്കുന്നവൻ എങ്ങനെയാ ജീവിക്കുക? എന്താണോ ഓനക്ക് ആവശ്യമുള്ളത് അത് മാത്രം എന്ത് ചെയ്യുള്ളൂ ഓന്റെ കയ്യിൽ ഉണ്ടാകുള്ളൂ എന്നാണ്. ഓൻ അപരിചിതാണ്, ഗരീബാണ്, ഓൻ നാട്ടുകാരനല്ല, മറുനാട്ടിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മറുനാട്ടിൽ നിന്ന് വന്ന ഒരാൾ അവൻ സ്വന്തം നാട്ടിൽ ജീവിക്കുന്നത് പോലെ ആയിരിക്കോ വേറെ നാട്ടിൽ ജീവിക്കുന്നത്? അല്ല. എന്താണോ അവന്റെ ലക്ഷ്യം അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക മറുനാട്ടിലും ജീവിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അവന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് അവന്റെ സമയങ്ങളൊക്കെ എന്ത് ചെയ്യുക ചെലവഴിക്കുക. അതല്ലാത്തതിലൊന്നും അവൻ ഏർപ്പെടുകയില്ല. അപ്പൊ അങ്ങനെ ജീവിക്കണം എന്നാണ്. അതല്ലെങ്കിലോ ആബിറു സബീൽ, വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണം. വഴിയാത്രക്കാരന്റെ പ്രത്യേകത എന്താ? വഴിയാത്രക്കാരൻ അവൻ എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് മാത്രമേ അവന്റെ കയ്യിൽ അവൻ കരുതുകയുള്ളൂ. അതിനപ്പുറം ചെയ്യൂല ഓൻ കരുതൂല എന്നാണ്. അപ്പൊ ദുനിയാവിൽ ഇങ്ങനെയാണ് ഒരാൾ ജീവിക്കേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത്. കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഈ ഹദീസ് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാകണം എന്നാണ്. നമ്മൾ ദുനിയാവിൽ സ്ഥിരമായി താമസിക്കേണ്ട ആളുകളല്ല. കുറച്ചു കഴിഞ്ഞാൽ ദുനിയാവിൽ നിന്ന് പോകേണ്ടതുണ്ട്. ദുനിയാവല്ല യഥാർത്ഥ നമ്മുടെ വാസസ്ഥലം, മറിച്ച് ആഖിറമാണ് എന്ന് നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നിടത്താണ് നമ്മുടെ വിജയം. അതാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചത് എന്ത് ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ്? ഇബാദത്ത് എന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണെന്നാണ് ആയത്ത്. ആയത്തിന്റെ തുടക്കത്തിൽ മാ എന്ന് വന്നിട്ടുണ്ട്, വമാ ഖലഖതു നഫിയാൻ. അതോടൊപ്പം എന്ത് ചെയ്തു? ഇല്ല വന്നു. ആയത്തിൽ മായും ഇല്ലയും ചേർത്ത് വന്നു കഴിഞ്ഞാൽ ഹസറിന്റെ അർത്ഥമാണ്. അള്ളാഹു മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചത് ഇബാദത്തിന് വേണ്ടി മാത്രമാണ് എന്ന അർത്ഥമാണ് അവിടെ ലഭിക്കുക. ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് പറയുന്നിടത്തല്ല മോമൽ ഹയാത്തുദ് ദുനിയ ഇല്ല മതാഉൽ ഗുറൂർ, ഒരു വഞ്ചകൻ മാത്രമാണ് ദുനിയാവിലെ ജീവിതം. അപ്പൊ അതുകൊണ്ട് തന്നെ ദുനിയാവിലെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ഓരോ സന്ദർഭങ്ങളും നമ്മൾ ജീവിക്കേണ്ടത് ആഖിറത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ലക്ഷ്യം കാണേണ്ടത് ആഖിറമാണ്. ശുദ്ധ ഖുർആനിലെ ശൈലി പരിശോധിച്ചു കഴിഞ്ഞാൽ
ഇബ്നുൽ ജൗസി റഹ്മഹുല്ല തന്റെ സയ്യിദുൽ ഖാത്തിറിൽ പറയുന്നുണ്ട്, ദുനിയാവിനെ കുറിച്ചുള്ള പ്രോത്സാഹനങ്ങൾ വളരെ കുറവാണെന്നാണ്. വളരെ കുറവാണ് ദുനിയാവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രോത്സാഹിപ്പിച്ചത്. ദുനിയാവിനെ കുറിച്ച് പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലാ തൻസ നസീബക മിനദ്ദുനിയാ, ദുനിയാവിലെ നിന്റെ ഓഹരി നീ എന്ത് ചെയ്യാൻ പാടില്ല, മറന്നു കളയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അതായത് ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത്, ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്ന സമയത്ത്, അങ്ങനെ ആഖിറത്തിനെ ഫോക്കസ് ചെയ്ത് അമലുകൾ ചെയ്യുമ്പോൾ നീ എന്ത് മറക്കണ്ട, ദുനിയാവ് മറക്കണ്ട എന്നാണ് പറഞ്ഞത്. അതായത് എന്തല്ല, ദുനിയാവിന് പ്രാധാന്യം കൽപ്പിക്കണം, ദുനിയാവിന്റെ കാര്യം ശ്രദ്ധിക്കണം എന്ന് പോലുമല്ല പറഞ്ഞത്. ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദുനിയാവ് എന്ത് ചെയ്യണ്ട, മറന്നു പോകണ്ട എന്ന പ്രയോഗമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് വിശദീകരിക്കുന്നിടത്ത് ഇമാം ഖുർത്തുബി റഹ്മഹുല്ല പറയുന്നത്, ദുനിയാവിലെ നിന്റെ ഓഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുമ്പോൾ നിനക്ക് വേണ്ട കഫം പുടവയാണ് ദുനിയാവിലെ നിന്റെ ഓഹരി എന്നാണ്. അത് മാത്രം എന്ത് ചെയ്താൽ മതി, നീ ദുനിയാവിന്റെ വിഷയത്തിൽ ബേജാറായാൽ മതി, വേറെ ഒന്നിലും എന്ത് ചെയ്യേണ്ടതില്ല, ബേജാറാകേണ്ടതില്ല എന്ന് ഇമാം ഖുർത്തുബി റഹ്മഹുല്ല വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആഖിറത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നാണ്. അതിലേക്കുള്ള സൂചനയാണ് ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ വാസസ്ഥലം, അതാണ് നമ്മുടെ മടക്കം, അതാണ് നമ്മുടെ യഥാർത്ഥ ലോകം എന്ന് പറയുന്നത്. അപ്പൊ ആ ആയത്തിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട പദമാണ് അൽ മഅ്വാ. അൽ മഅ്വാ എന്നത് ഗരീബുൽ അൽഫാലാണ്, ഖുർആനിലെ അപരിചിതമായ പദത്തിൽപ്പെട്ടതാണ് അൽ മഅ്വാ. പല സ്ഥലത്തും വരുന്നുണ്ട്. അപ്പൊ മഅ്വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസീർ, മടക്കം, അൽ മൻസിൽ, വീട് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്തത് യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഅ. യസ്അലൂനക അവർ ചോദിക്കുന്നു, യസ്അലൂന അവർ ചോദിക്കുന്നു, ക റസൂലെ താങ്കളോട് അവർ ചോദിക്കുന്നു, അനിസ്സാഅ എന്തിനെ കുറിച്ച്, ഖിയാമത്ത് നാളിനെ കുറിച്ച്. എന്താ ചോദിക്കുന്നത്, അയ്യാന എപ്പോഴാണ്, മുർസാഹ അത് സംഭവിക്കുക. മുർസാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവ്യമാകുന്നത് എപ്പോഴാണ്, മതാ വഖ്തു ഹുലൂലിഹ അതെപ്പോഴാണ് നടക്കുന്നത്. അപ്പൊ മുർസാഹ എന്ന വാക്കും ശുദ്ധ ഖുർആനിലെ ഗരീബുൽ അൽഫാൽ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിയ പദമാണ്. അപ്പൊ മുർസാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് അത് സംഭവിക്കുക. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിൽ ജീവിച്ചിരുന്ന മുശ്രിക്കീങ്ങൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരുന്ന ഒരു ചോദ്യമാണ്, അല്ല ഇത് എപ്പോഴാണ് നടക്കുക, ഖിയാമത്ത് നാൾ എപ്പോഴാണ് നടക്കുക എന്ന് റസൂലിനോട് നിരന്തരം ആവർത്തിച്ച് എന്ത് ചെയ്തിരുന്നു, ചോദിച്ചിരുന്നു എന്നാണ്. അപ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ എന്തുകൊണ്ടാണ് ചോദിച്ചത്, ഇത് അറിയാൻ വേണ്ടിയിട്ടാണോ, ഇതെപ്പോഴാണ് എന്നറിയണം, അറിഞ്ഞിട്ട് അതിനുവേണ്ടി ഒരുങ്ങണം എന്നതിന് വേണ്ടിയിട്ടല്ല മക്കയിലെ മുശ്രിക്കീങ്ങൾ ചോദിച്ചത്, മറിച്ച് ഇസ്തിഹ്സാഅൻ കളിയാക്കിക്കൊണ്ടാണ്. അതുമാത്രല്ല മുശ്രിക്കീങ്ങളുടെ വിചാരം എന്താ, ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന നിരീശ്വരവാദികളായ ആളുകൾ, അവരുടെ അതേ ബുദ്ധിയാണെന്ത് അന്നത്തെ മുശ്രിക്കീങ്ങൾക്കും ഉള്ളത്. അത് ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ മുശ്രിക്കീങ്ങളുടെ ബുദ്ധി എന്താണോ അതേ ബുദ്ധിയാണ് ഇന്നത്തെ നിരീശ്വരവാദികൾക്കും ഉള്ളത്. നിരീശ്വരവാദികൾ എന്താ പറയുന്നത്, അള്ളാഹുവിനെ കുറിച്ച് വേണ്ടാത്തരങ്ങളൊക്കെ പറയും. അതേപോലെ തന്നെ ദുനിയാവിൽ പരീക്ഷിക്കപ്പെടുന്ന സമൂഹത്തെ കാണുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളുടെ അള്ളാഹു എവിടെയാണ് എന്നവർ ചോദിക്കും. ഒരുപാടായില്ലേ, എവിടെയാണ് നിങ്ങളുടെ റബ്ബ് എന്ന് ചോദിക്കും. അപ്പൊ മക്കയിലെ മുശ്രിക്കീങ്ങളും അതേ ഉദ്ദേശമാണ്. അവരും റസൂലിനോട് ആവർത്തിച്ച് ചോദിക്കുന്നെന്തിനാ, ആവർത്തിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ റസൂലിന് ദേഷ്യപ്പെടും, റസൂലിനെ അയച്ച അള്ളാഹുവിന് ദേഷ്യപ്പെടും. അങ്ങനെ അള്ളാഹു എന്ത് ചെയ്യും, ഉടനെ തന്നെ ശിക്ഷിക്കും എന്നായിരുന്നു അവർ കരുതിയിരുന്നത് എന്നാണ്. അതായത് ഒരു മനുഷ്യനെ പോലെയാണ് ആരെ കാണുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവർ കണ്ടിരുന്നത്. അവിടെയാണ് അള്ളാഹു അതിൽ നിന്നെല്ലാം വിഭിന്നമാണ്. അള്ളാഹു എന്തല്ല, ഒരു മനുഷ്യനും വിചാരിക്കുന്നത് പോലെ മറ്റൊരു മനുഷ്യനെ പോലെയല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. ലൈസ കമിസ്ലിഹി ഷൈഉൻ അവനെ പോലെ യാതൊരുവരുമില്ല. വഹുവസ് സമീഉ അൽ ബസീർ അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. അപ്പൊ റസൂലിനോട് നിരന്തരം അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. അത് നിഷേധാത്മകമായ ചോദ്യമാണ്, പരിഹാസത്തിന്റെ ചോദ്യമാണ്. എന്നാൽ ആ ചോദ്യത്തോട് റസൂൽ പ്രതികരിക്കുന്ന പ്രതികരണം വ്യക്തമാണ്. ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി. നബിയോട്
അള്ളാഹു പറയാൻ വേണ്ടി പറയുന്നത് കുൽ നബിയെ താങ്കൾ പറയണം ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, അതിന്റെ അറിവ് അള്ളാഹുവിന്റെ അടുക്കലാണ്. അതിനെക്കുറിച്ച് ആർക്കേ അറിയുള്ളൂ? അള്ളാഹുവിനെ അറിയുള്ളൂ എന്ന് നബിയെ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് മറ്റുള്ള ചില ആയത്തുകളിൽ നിന്ന് വ്യക്തമാണ്. സഖുലത് ഫിസ് സമാവാതി വൽ അർദി ലാ തഅതീകും ഇല്ലാ ബഗ്ത, ഖിയാമത്ത് നാൾ സംഭവിക്കുക വളരെ പെട്ടെന്നാണ്, നനച്ചിരിക്കാതെ വിചാരിക്കാതെ ഖിയാമത്ത് നാൾ സംഭവിക്കും. യസ്അലൂനക കഅന്നക ഹഫിയ്യുൻ അൻഹാ, റസൂലെ അവർ താങ്കളോട് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? താങ്കൾക്ക് ഖിയാമത്ത് നാളിനെ കുറിച്ച് അറിയാം എന്നത് കണ്ടുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് എന്നാണ്. എന്നിട്ട് റസൂലിനോട് പറയുന്നുണ്ടാ, റസൂലെ താങ്കൾക്കും അതിനെക്കുറിച്ച് അറിവില്ല. കുൽ, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം റസൂലെ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി, അള്ളാഹുവിന്റെ അടുക്കലാണ് അതിന്റെ അറിവുള്ളത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നുകൊണ്ട് നബിയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, മതസ്സാ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക? സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? റസൂലിനോട് ചോദിച്ചത്. ആ ഹദീസാണ് ഹദീസു ജിബ്രീൽ എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസ്. ആ ഹദീസിന്റെ ഷർഹകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 5ഉം 6ഉം വാള്യങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഹദീസ് മാത്രം വിഷയത്തിലേക്ക് എടുത്തുകൊണ്ട് ഷർഹ് ചെയ്ത വിശദീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ ഉണ്ട് എന്നാണ്. അത്രയും വിശാലമാണ് പ്രസ്തുത ഹദീസ്. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന മറുപടി ഉണ്ട്, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ, ചോദിച്ചവൻ ആരാണോ അവനെക്കാളും ഈ വിഷയത്തിൽ എന്തില്ല? അറിവില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത ആയത്തിൽ എന്താ പറയുന്നത്? ഇലാ റബ്ബിക യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ ഫീമ അൻത മിൻ ദിക്റാഹാ, നിനക്ക് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഫീമ അൻത, നിനക്ക് മിൻ ദിക്റാഹ, അതിനെക്കുറിച്ച് എന്താണ് റസൂലെ നിനക്ക് പറയാനുള്ളത് എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം. അതായത് ലൈസ ഇൻദക ഇൽമുഹാ ഹത്താ തദ്കുറഹ, റസൂലെ താങ്കളുടെ അടുക്കൽ അതിനെക്കുറിച്ച് പറയാൻ മാത്രമുള്ള അറിവില്ല എന്നാണ്. ഫീമ അൻത മിൻ ദിക്റാഹ, റസൂലെ താങ്കൾക്ക് അതിനെക്കുറിച്ച് പറയാൻ മാത്രമുള്ള അറിവില്ല എന്നാണ്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കാര്യം അറിയില്ല എന്ന് ആര് പഠിപ്പിച്ചു കൊടുക്കാണ്? അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കാണ്, റസൂലെ താങ്കൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പൊ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അറിയുന്ന കാര്യങ്ങൾ വളരെ തുച്ഛാണ്. നമുക്കറിയുന്നത് വളരെ തുച്ഛാണ്. ആ അറിവിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും വലിയ കണ്ടുപിടുത്തങ്ങളും മറ്റുമെല്ലാം മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. വളരെ തുച്ഛം, അറിവിൽ വളരെ തുച്ഛം മാത്രമാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്നാണ് അള്ളാഹു പറയുന്നത്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, വളരെ കുറച്ച് മാത്രമാണ് അറിവായി നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്ത് ചെയ്യരുത്? അറിവിന്റെ പേരിൽ അഹങ്കരിക്കരുത് എന്നാണ്. വളരെ തുച്ഛമായ അറിവ് മാത്രമാണ് മനുഷ്യനുള്ളത് എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ അവിടെയാണ് അറിയാത്ത കാര്യങ്ങൾ നമ്മോട് ചോദിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് തന്നെ പറയണം? അറിയില്ല എന്ന് തന്നെ പറയണം. ഉലമാക്കൾ പറഞ്ഞു വെക്കുന്നത്, എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയുന്ന വ്യക്തി എന്ത് ചോദിച്ചാലും ഓൻ്റെ അടുക്കൽ ഉത്തരം ഉണ്ടാകും. ഓന് മജ്നൂനാണ് എന്നാണ്, ഓന് പിരാന്തനാണ് എന്നാണ് ഉലമാക്കൾ പറയുന്നത്. എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയുന്ന വ്യക്തി, അത് വളരെ വ്യക്തമാണ്. ഉലമാക്കൾ എന്ത് ചെയ്യൂല? എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള, അതേപോലെ തന്നെ ജനങ്ങളുടെ വിഷയത്തിൽ സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ചോദ്യങ്ങൾക്കാണ് എന്ത് ചെയ്യുക? ഉത്തരം പറയാം. ചോദ്യം ചോദിക്കാൻ ആളുകൾക്ക് എന്തെങ്കിലും മടിയുണ്ടോ? ഒന്നും ആളുകൾക്ക് യാതൊരു മടിയില്ല. ഇനി ചോദ്യം ചോദിക്കുന്ന ആളുകൾ കുറവാണോ കൂടുതലാണോ? കൂടുതലാണ്. പ്രവർത്തിക്കുന്ന ആളുകളോ? കുറവുമാണ്. അപ്പൊ ചോദ്യത്തിന് ഒരു കുറവുമില്ല, ചോദ്യത്തിന് ഒരു കുറവുമില്ല. പക്ഷെ അവിടെ എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആളുകൾ ചോദിക്കാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യാണ്? ചോദിക്കാൻ. അതല്ലാതെ അതിന്റെ ഉത്തരം മനസ്സിലാക്കണം, അതിന്റെ ഉത്തരം മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്ന ഒരു ചിന്ത പോലും പല ചോദ്യകർത്താക്കൾക്കും പലപ്പോഴും ഉണ്ടാകാറില്ല. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ വ്യതിരിക്തമാകുന്നത്. അവരെന്ത് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞാലും അവർ ചോദിക്കും, റസൂലെ അങ്ങനെയാണെങ്കിൽ ആ അമല് ഞങ്ങൾക്ക് പറഞ്ഞു തരോ? എന്താണ് ആ അമല്?
അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ പ്രവർത്തനത്തിൽ തൽപരരായിട്ടാണ് അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നത്, ചോദിക്കാറുണ്ടായിരുന്നത്. അതായത് ചോദിക്കുന്ന വിഷയം ജീവിതത്തിൽ എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം എന്ന നിയത്തിലായിരുന്നു അവർ ചോദിച്ചിരുന്നത്. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഒരു കാര്യം അറിയില്ല എന്ന് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയും നബി മക്കയിലെ മുശ്രിക്കുകളോട് പറയുന്നത് എനിക്ക് ആ വിഷയത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. അതുമാത്രമല്ല, ചില വിഷയങ്ങൾ, ദീനിൽ ചില വിഷയങ്ങൾ വിശദാംശങ്ങൾ വന്നിട്ടുണ്ടാവുകയില്ല, വിശദീകരണങ്ങൾ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ വിശദീകരണങ്ങൾ വരാത്തത് നമ്മൾ എങ്ങനെ തന്നെ വിശ്വസിക്കണം, വിശദീകരണം വരാത്ത രൂപത്തിൽ മൊത്തത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഇതിലൊന്നും നമുക്ക് വിശദീകരണം കാണാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാം, അവിടെ നിൽക്കുക എന്നതാണ്. നമ്മുടെ ബുദ്ധിക്ക് എന്ത് ചെയ്യരുത്, സ്ഥാനം കൊടുക്കരുത്, നമ്മുടെ ബുദ്ധിക്ക് അവിടെ ഒരു ഇടം നൽകരുത്. അങ്ങനെ ബുദ്ധിക്ക് ഇടം നൽകി നമ്മുടെ ബുദ്ധി വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു ഉത്തരത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് അപകടമാണ്, അത് അപകടമാണ്. എവിടെയാണോ ദീന് നിൽക്കുന്നത്, ശറഅ് നിൽക്കുന്നത്, അവിടെ നിൽക്കുക. അതുകൊണ്ട് ഒരു കാര്യം അറിയാത്ത കാര്യമാണെങ്കിൽ അല്ലാഹു അഅലം എന്ന് പറയുക. എന്നാൽ അല്ലാഹു വറസൂലുഹു അഅലം എന്ന് പറയാൻ പറ്റോ? അല്ലാഹു വറസൂലുഹു അഅലം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ അത് പറയലാണ് ഏറ്റവും നല്ലത്. നബി ജീവിച്ചിരിക്കുന്ന സമയത്ത്, നബി മരണപ്പെട്ട് കഴിഞ്ഞു, നബി വഫാത്തായിട്ടുണ്ട്. നബി വഫാത്തായതിനു ശേഷം ഏറ്റവും അക്മലായത്, ഏറ്റവും പൂർണ്ണമായ രൂപം അല്ലാഹു അഅലം എന്ന് പറയലാണ്. എന്നാൽ അതേ സമയത്ത് അല്ലാഹു വ റസൂലുഹു അഅലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പറഞ്ഞാലും എന്തില്ല, അതൊരു പ്രശ്നമല്ല. കാരണം ദീനിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നത് ആര് തന്നെയാണ്, റസൂല് തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ അള്ളാഹുവും റസൂലുമാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് എന്ന് പറയേണ്ടത് ഏത് വിഷയത്തിലാണ്? അശ്ശറഇയ്യു അദ്ദീനിയു, ദീനീപരമായ വിഷയത്തിലാണ്, ശറഇയായ വിഷയത്തിലാണ്. ഒരാൾ ഖദരിയായ വിഷയത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരാൾ ചോദിക്കാൻ, നല്ല മേഘമൊക്കെ മൂടിയിട്ടുണ്ട്, നാളെ മഴ വരാൻ സാധ്യത ഉണ്ടോ എന്നൊരാൾ ചോദിക്കാൻ, ആ സമയത്ത് നമ്മൾ പറയേണ്ട മറുപടി എന്താ? അല്ലാഹു അഅലം. അവിടെ അല്ലാഹു റസൂലുഹു അഅലം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ കാരണം റസൂലിന് എന്ത് ചെയ്യൂല, ദുനിയാവിൽ നടക്കുന്നത് റസൂലിന് അറിയില്ല, ദുനിയാവിൽ നടക്കുന്നത് റസൂലിന് അറിയില്ല എന്നതിന് തെളിവാണ്. അവിടെ എന്ത് പറയാൻ പറ്റൂല, റസൂലിനും അറിയാം എന്ന് പറയാൻ പറ്റൂല. ആർക്കേ അറിയാൻ സാധിക്കുള്ളൂ? അള്ളാഹുവിന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇന്ന് ചില ആളുകൾ ആരോടാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? ആ റസൂലിനോടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ നടന്ന വിഷയം പോലും നബിക്ക് അറിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ വിഷയത്തിൽ, നബിയുടെ സ്വന്തം ഭാര്യയുടെ വിഷയത്തിൽ വ്യഭിചാര ആരോപണം വന്നപ്പോൾ നബി ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ആയിഷ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ സമ്മതിക്ക് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഞാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യൂല, വിശ്വസിക്കൂല. ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല. മറിച്ച് എങ്ങനെ, എന്ത് പറഞ്ഞാലേ വിശ്വസിക്കുള്ളൂ? ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാലേ നിങ്ങൾ വിശ്വസിക്കുള്ളൂ. എൻ്റെ വിഷയത്തിൽ അള്ളാഹു എന്ത് ചെയ്യട്ടെ, തീർപ്പ് കൽപ്പിക്കട്ടെ. അത് തീർപ്പ് കൽപ്പിക്കുന്നത് വരെ ഞാൻ ഒന്നും പറയുന്നില്ല എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞത്. ആ സ്വന്തം ഭാര്യയുടെ വിഷയത്തിൽ പോലും 40 ദിവസം റസൂൽ മിണ്ടിയിട്ടില്ല എന്നാണ്. 40 ദിവസക്കാലം. അപ്പൊ റസൂൽ നാളെ വരാനുള്ളത് അറിയും, ഇന്ന് സംഭവിക്കുന്നത് അറിയും, ഉമ്മത്തിന്റെ സംഭവങ്ങളെല്ലാം അറിയുന്നുണ്ട്, റസൂൽ എല്ലാം അറിയുന്നുണ്ട് എന്ന് പറയുന്ന ആളുകൾ എത്ര വലിയ വിഡ്ഢിത്തരാണ് പറയുന്നത്. അപ്പൊ ഗൈബ് എന്നത് അത് പൂർണ്ണമായ നിലക്കറിയുന്നവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രം. ഇനി അള്ളാഹു അറിയിച്ചു കൊടുത്തത് മാത്രമേ പ്രവാചകന്മാരെ പോലുള്ള ആളുകൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹ ഫീമ അൻത മിൻ ദിക്റാഹ ഇലാ റബ്ബിക മുൻതഹാഹ. ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്കാണ്, മുൻതഹാഹ, ആ ഖിയാമത്ത് നാളിന്റെ അറിവ് അവസാനിക്കുന്നത്. അതിനെക്കുറിച്ച് അറിയുന്നത് നിന്റെ റബ്ബ് മാത്രമാണ്. അതുമാത്രമല്ല, ഈ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഖിയാമത്ത് നാൾ എപ്പോഴാണ് എന്നറിയുന്നതിലല്ല കാര്യം, മറിച്ച് അതിനുവേണ്ടി ഒരുങ്ങുക എന്നുള്ളതിലാണ് വിഷയം. എപ്പോഴാണ് എന്നറിയുന്നതിലല്ല കാര്യം, അതിനുവേണ്ടി എന്ത് ചെയ്യുക, നമ്മൾ ഒരുങ്ങുക എന്നുള്ളതിലാണ് കാര്യം. ഇനി അടുത്ത പറയാണ്, ഇന്നമ അൻത മുൻദിറു മൻ യഖ്ശാഹ. ഇന്നമ, തീർച്ചയായും, മാത്രമാണ്,
അന്ത നീ മാത്രമാണ് എന്ത് മുന്തിർ. മുന്തിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താക്കീതുകാരൻ, മുഖവ്വിഫ്, ആളുകളെ ദീന് കൊണ്ട് പ്രബോധനം ചെയ്യുന്ന ആളുകൾ. എങ്ങനെയുള്ള ആളുകളെയാണ് പ്രബോധനം ചെയ്യുന്നത്? മൻ യഖ്ഷാഹ, ആ ഖിയാമത്ത് നാളിനെ ഭയപ്പെടുന്ന, ആ ഖിയാമത്ത് നാളിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് താക്കീത് നൽകുന്നവൻ മാത്രമാണ് നീന. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയപ്പെടുന്ന ആളുകൾക്ക് മാത്രമാണോ താക്കീത് നൽകുന്നത്? അല്ല, എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്? താക്കീത് നൽകുന്നുണ്ട്. ഖിയാമത്ത് നാളിനെ കുറിച്ച്, നിങ്ങൾ ഖിയാമത്ത് നാളിനെ സൂക്ഷിക്കണം, അന്നേ ദിവസം വളരെ ഭയാനകരമായിരിക്കും, ആർക്കും സംസാരിക്കാൻ സാധിക്കുകയില്ല, എല്ലാവരും അള്ളാഹുവിന്റെ മുന്നിൽ ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു രംഗമാണ് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ ആളുകളോടും താക്കീത് നൽകിയിട്ടുണ്ട്. പക്ഷെ ആയത്തിൽ പറയുന്നത് ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ഷാഹ. അവിടെ ഖശിയത്ത്, പേടിയുള്ളവരെ മാത്രമാണ് റസൂലെ നീ ഉത്ബോധിപ്പിക്കുന്നത്, നീ പ്രബോധനം ചെയ്യുന്നത് എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം, ആ റസൂലിന്റെ പ്രബോധനം ആർക്ക് മാത്രമേ ഉപകരിക്കുകയുള്ളൂ? ഖിയാമത്ത് നാളിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അവരെ മാത്രം എന്ത് ചെയ്തത്? എടുത്തു പറഞ്ഞത്. ഏതുപോലെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൻ ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് അതൊരു ഹുദയാണ്, മുത്തഖീങ്ങൾക്ക് അത് സന്മാർഗമാണ്, ഹിദായത്തിന്റെ ഗ്രന്ഥമാണ്. മുത്തഖീങ്ങൾക്ക് മാത്രമാണോ? അല്ല, ജനങ്ങൾക്ക് ആകമാനമാണ്. ചിലയിടത്ത് പറഞ്ഞു ഹുദൻ ലിൻ നാസ്, ജനങ്ങൾക്ക് ആകമാനം എന്ന് പറഞ്ഞു. മുത്തഖീങ്ങൾക്ക് മാത്രം എന്ന് പറയാൻ കാരണം അതുകൊണ്ട് ഉപകാരമെടുക്കുന്ന ആളുകൾ ആരാണ്? മുത്തഖീങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഫലമുള്ളത് മുത്തഖീങ്ങൾക്ക് മാത്രമാണ് എന്നാണ്. ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ്, സൂറത്ത് യാസീനിലെ 11-ാമത്തെ ആയത്ത്. തീർച്ചയായും നബിയെ, താങ്കൾ തുൻദിറു മൻ ഇത്തബഅ ദിക്ർ, ദിക്റിനെ പിൻപറ്റുന്ന ആളുകളെയാണ് താങ്കൾ താക്കീത് നൽകുന്നത്. വഖശിയ റഹ്മാന ബിൽ ഗൈബ്, ഗൈബിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്കുമാണ് എന്ത് ചെയ്യുന്നത്? താങ്കൾ താക്കീത് നൽകുന്നത് എന്നാണ്. ഇവിടെയും ആ സമാനമായ അർത്ഥം തന്നെയാണ് അതിന് ലഭിക്കുന്നത്. എന്നിട്ട് അവസാനം ആയത്ത് അവസാനിപ്പിക്കുകയാണ് കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ. കഅന്നഹും, അവർ ആയതുപോലെയുണ്ട്. യൗമ യറൗനഹ, യൗമ യറൗനഹ, അത് കാണുന്ന ദിവസം. യൗമ ദിവസം, യറൗനഹ ആ ഖിയാമത്ത് നാളിനെ കാണുന്ന ദിവസം. ലം യൽബസു, അവരെന്ത് ചെയ്യും? അവർ വിചാരിക്കുന്ന. ലം യൽബസു, അവർ താമസിച്ചിട്ടില്ല എന്ന് അവർ വിചാരിക്കും. ലം യൽബസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ താമസിച്ചിട്ടില്ല. ഖിയാമത്ത് നാൾ നേരിൽ കാണുന്ന സന്ദർഭത്തിൽ അവർ വിചാരിക്കുന്ന വിചാരത്തെ കുറിച്ച് അല്ലാഹ് പറയാണ്, അവർ താമസിച്ചിട്ടില്ല എന്ന് വിചാരിക്കും. എത്ര? ഇല്ലാ അശിയതൻ ഔ ദുഹാഹ, ഇല്ലാ അശിയതൻ ഔ ദുഹാഹ. അശിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ളുഹുർ മുതൽ, അശിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫമാ ബൈനൽ ലഹ്രി ഇലാ ഗുറൂബി അശ്ശംസ്, ളുഹുർ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയമാണ് അശിയത്ത് എന്ന് പറയുന്ന സമയം. അതല്ലെങ്കിലോ ലുഹാഹ, ലുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ചത് മുതൽ രാവിന്റെ പകുതി വരെ, ആ ലുഹർ വരെയുള്ള സമയമാണ് ലുഹാ സമയം എന്ന് പറയുന്നത്. അപ്പൊ ഖിയാമത്ത് നാള് സംഭവിച്ചു കഴിഞ്ഞാൽ, ആ ഖിയാമത്ത് നാളിൽ ഒരാൾ സന്നിഹിതനായി കഴിഞ്ഞാൽ അവൻ വിചാരിക്കുന്നത് എന്താ? കഅന്നഹും യൗമ യറൗനഹ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹ. ദുനിയാവിൽ വളരെ തുച്ഛമായ ദിവസങ്ങൾ, അതായത് ഒരു ദിവസം പോലും എന്ത് ചെയ്യുന്നില്ല, ഒരു ദിവസം പോലും ഞാൻ ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ട് എന്ന് അവൻ വിചാരിക്കുന്നില്ല എന്നാണ്. ഒരു ദിവസം പോലും. മറിച്ച് എന്താ അവൻ കാണുന്നത്? ഒന്നുകിൽ സൂര്യൻ ഉദിച്ചത് മുതൽ ലുഹ വരെയുള്ള സമയം, സൂര്യൻ ഉദിച്ചത് മുതൽ ലുഹ വരെയുള്ള, അതായത് നിസ്ഫുൻ നഹാർ, സൂര്യൻ ഉദിച്ചത് മുതൽ ലുഹുർ വരെയുള്ള സമയം, അതല്ലെങ്കിൽ ലുഹുർ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയം. ഇത്ര സമയം മാത്രമാണ് ഞാൻ ദുനിയാവിൽ ജീവിച്ചത് എന്നാണ് അവൻ വിചാരിക്കുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ ഇടയ്ക്കിടെ പറയുന്നത്, ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഖിറത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ തുച്ഛമായ ദിവസങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുമ്പിൽ നിൽക്കുന്ന ആ നൃത്തത്തെക്കുറിച്ച് സൂറത്തുൽ മുത്തഫിഫീനിൽ പറയുന്നുണ്ട്, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന്റെ മുന്നിൽ നിൽക്കുന്ന ദിവസം. യൗമ യഖൂമുൻ നാസ്, എല്ലാ ജനങ്ങളും നിൽക്കും. ആരുടെ മുമ്പിലാണ്?
ലിറബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന ദിവസം. അതായത് ഹിസാബിനായിട്ട് എല്ലാ മനുഷ്യന്മാരും തടിച്ചുകൂടി അള്ളാഹുവിന്റെ വിധി, അള്ളാഹുവിന്റെ സംസാരത്തിന് വേണ്ടി കാത്തു നിൽക്കണം. അള്ളാഹു എന്താണ് പറയാൻ പോകുന്നത്? ആ നൃത്തത്തെക്കുറിച്ച് ആ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ചില മുഫസ്സിറുകൾ പറഞ്ഞു വെക്കുന്നത് 40 വർഷക്കാലം നിൽക്കുന്ന, 40 വർഷക്കാലം എന്താണ് അള്ളാഹു പറയാൻ പോകുന്നത് എന്ന് കാത്തു നിൽക്കും എന്ന് വിശദീകരിക്കുന്നുണ്ട്. അത്രയും ദിവസങ്ങളാണ് എന്ത് ചെയ്യുക, ഖിയാമത്ത് നാളിൽ എടുക്കാന്നാണ്. അതായത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം. അതുകൊണ്ടാണ് പറയുന്നത് വളരെ തുച്ഛമായ ദുനിയാവിലെ ജീവിതം, ആ ജീവിതത്തിൽ നമ്മൾ പണിപ്പെടേണ്ടത്, എന്നെന്നും ജീവിക്കേണ്ട ആഖിറത്തിന് വേണ്ടിയുള്ള ജോലിയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നാണ്. അതുകൊണ്ടാണ് ഉലമാക്കളൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നഷ്ടപ്പെടുത്തുന്ന ഓരോ സമയങ്ങളും, ഓരോ മിനിറ്റും, ഓരോ സെക്കൻഡുകളും എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ പേരിൽ വിലപിക്കുന്ന, ഖേദിക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന് പറയുന്നത്. കാരണം നമ്മൾ കളയുന്ന ഒരു സെക്കൻഡ് ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളാണ്, എത്രയോ വർഷങ്ങളാണെന്ന്. അതുകൊണ്ടാണ് ആ നിലക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ നമ്മുടെ സമയത്തെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഓരോ നിമിഷങ്ങളും ഒരു ബുദ്ധിമാനായ വ്യക്തി എങ്ങനെയാണോ അവൻ പരീക്ഷയെ കാണുന്നത്, പരീക്ഷയുടെ ഓരോ മിനിറ്റുകളും അവനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഓരോ ക്വസ്റ്റ്യനും അവൻ എന്ത് ചെയ്യും, ഓരോ മിനിറ്റുകൾ വെച്ചിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസ് അവൻ അറ്റൻഡ് ചെയ്യുക. അപ്പൊ അതിനേക്കാളും ബുദ്ധി കൂർമ്മത നമുക്ക് എന്ത് ചെയ്യണം, ഈ വിഷയത്തിൽ. ദുനിയാവ് എന്നതൊരു പരീക്ഷണമാണ്, ആ പരീക്ഷണത്തിൽ വിജയിക്കേണ്ടതുണ്ട്. വിജയിക്കണമെങ്കിൽ കൃത്യമായ അമലുകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്ന ബോധ്യം നമ്മുടെ മനസ്സിനുണ്ടാകണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയ്യതൻ ഔ ദുഹാഹാ, വളരെ തുച്ഛമായ സമയം മാത്രമാണ് ദുനിയാവിൽ ജീവിച്ചത് എന്ന് അവർ ഈ ഖിയാമത്ത് നാള് കാണുന്ന സന്ദർഭത്തിൽ അവർ വിചാരിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ അഹ്ഖാഫിലെ 35-ാമത്തെ ആയത്തിലും സമാനമായ ആയത്ത് അല്ലാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. ലം യൽബസു ഇല്ലാ സാഅതൻ മിൻ നഹാർ, പകലിലെ ഏതാനും നിമിഷം മാത്രമാണ് അവർ ജീവിച്ചത് എന്ന് അവർ വിചാരിക്കും. അതുമാത്രല്ല, നമുക്ക് തന്നെ ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട്, അതായത് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ച ആകുന്നത് എത്ര പെട്ടെന്നാ, വളരെ പെട്ടെന്നാണ് സമയം ചെയ്യുന്നത് നമ്മളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, വളരെ പെട്ടെന്നാണ്. ഖിയാമത്ത് നാളിന്റെ ലക്ഷണത്തിൽ എണ്ണിയ വിഷയമാണ് എന്ത്, സമയം വളരെ പെട്ടെന്ന് പോകുന്ന അവസ്ഥ ഉണ്ടാകും എന്നത്. വർഷം പോകുന്നത് മാസം പോകുന്ന വേഗത്തിലാണ്, മാസം പോകുന്നതോ ആഴ്ചകൾ പോകുന്ന വേഗത്തിൽ, ആഴ്ചകൾ പോകുന്നത് ദിവസങ്ങൾ പോകുന്ന വേഗത്തിലാണ്. അത്രയും വേഗതയിലാണ് സമയം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുള്ളത്. എന്നാൽ അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സഞ്ചരിക്കാൻ പറ്റണം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, സമയം ഇത്ര വേഗതയിൽ പോകുന്ന സന്ദർഭത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം സമയത്തിലുള്ള ബറക്കത്താണ് നമുക്ക് ലഭിക്കേണ്ടത്. ആ സമയത്തിലുള്ള ബറക്കത്ത് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിഷയമാണ് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. എത്രത്തോളം നമ്മൾ ഖുർആനുമായി ബന്ധപ്പെടുന്നോ അതിനനുസരിച്ച് നമ്മുടെ സമയത്തിൽ ബറക്കത്തുണ്ടാകും. എന്നാൽ എത്രത്തോളം നമ്മൾ ഖുർആനിൽ നിന്ന് അകലുന്നുവോ, അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് അകലുന്നുവോ, അതിനനുസരിച്ച് ജീവിതത്തിൽ എന്ത് ചെയ്യും, ബറക്കത്ത് കുറയുന്ന അവസ്ഥ ഉണ്ടാകും. ഉലമാക്കളെ പരിശോധിച്ച് നോക്കിക്കോ, ആധുനികരെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാകും. അൽ ഷെയ്ഖ് റഹിമഹുല്ലയെ കുറിച്ച് പറയുന്നിടത്ത് നമ്മൾ പറഞ്ഞിരുന്നു 10 ജുസ് അദ്ദേഹം ഒരു ദിവസം പാരായണം ചെയ്തിരുന്നു എന്ന്. അദ്ദേഹം മുഫ്തിയാണ്, അദ്ദേഹം ഖാലിയായ ഒരാൾ 10 ജുസ് ഒക്കെ പാരായണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എവിടുന്നാണ് അദ്ദേഹത്തിന് അതിന് സമയം? ആ സമയം അത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് കൊണ്ട് ലഭിക്കുന്ന ബറക്കത്താണ്. അതെന്തായാലും എന്ത് ചെയ്യും, നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഖുർആൻ കൊണ്ട് എന്ത് ചെയ്യണം, ദിവസം ആരംഭിക്കാൻ പരിശ്രമിക്കണം. അതായത് എന്ത് തിരക്കുണ്ടായി കഴിഞ്ഞാലും ഖുർആനിലെ നിശ്ചിത ഭാഗം, ഒരു 1/2 ജുസോ അല്ലെങ്കിൽ ഒരു 10 പേജോ ഒരു 5 പേജോ നമ്മൾ നിശ്ചിതമായ ഒരു കണക്ക് വെച്ച് ആ കണക്കിൽ എല്ലാ ദിവസവും മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ സമയത്തിൽ ബറക്കത്ത് ഉണ്ടാകും. അപ്പൊ പരമാവധി സമയത്തിൽ ബറക്കത്ത് ഉണ്ടാകണമെങ്കിൽ പരമാവധി സൽക്കർമ്മങ്ങളും കൂടി എന്ത് ചെയ്യണം, വർദ്ധിക്കുന്ന അവസ്ഥ ഉണ്ടാകണം.
അതും എന്ത് ചെയ്യും, നമ്മുടെ സമയത്തിന് ബറക്കത്ത് നൽകുന്ന. അതാണ് ചില ഉലമാക്കളെ കുറിച്ച് പറയുന്നിടത്തൊക്കെ അവരുടെ രാത്രി നിസ്കാരങ്ങൾ ദൈർഘ്യമേറിയ രാത്രി നിസ്കാരങ്ങളാണ്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, അവരെങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ ഉറങ്ങാൻ സാധിക്കുക എന്നവരെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒക്കെ സമയത്തിൽ എന്ത് ചെയ്യുന്നതാണ്, അള്ളാഹു ബറക്കത്ത് നിശ്ചയിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സഹായം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും, എളുപ്പമാകും, ബാക്കിയുള്ളതൊക്കെ എളുപ്പമായി മാറും എന്നതാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധ നമുക്ക് ഉണ്ടാകണം. നമ്മൾ മറ്റു ഇൽമുകൾക്ക് പ്രാധാന്യം കൽപ്പിക്കാറുണ്ട്. നമ്മൾ മറ്റുള്ള അറിവുകൾ നേടാൻ, വിശ്വാസപരമായ അറിവുകൾ, കർമ്മശാസ്ത്രപരമായ അറിവുകൾ, അത് നേടാനൊക്കെ നമ്മൾ സമയം ചെലവഴിക്കാറുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കേണ്ടതും ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതും വിശുദ്ധ ഖുർആനാണ്, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല സഞ്ചരിക്കാത്ത മേഖലകളില്ല, അദ്ദേഹം തൊടാതെ പോയ ഒരു വിഷയം പോലുമില്ല. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയായി പറയാറുള്ളത്, അദ്ദേഹത്തിനെ വിമർശിക്കുന്ന ആളുകൾ കൊണ്ടുവരുന്ന തെളിവുകൾ അവരെക്കാളും കൂടുതൽ അറിയുന്നത് ആർക്കാണ്? ഷെയ്ഖുൽ ഇസ്ലാമിനാണ് അവരുടെ തെളിവുകൾ അവരെക്കാളും കൂടുതൽ അറിഞ്ഞിരുന്നത് എന്നാണ്. അതായത് ഒരിക്കലും ഷെയ്ഖുൽ ഇസ്ലാം എന്ത് ചെയ്യൂല, അദ്ദേഹത്തിന്റെ എതിർപക്ഷത്തുള്ള കക്ഷികളോട് അനീതി കാണിക്കൂല. എന്താണ് അവരുടെ വാദം, അത് മാത്രം ഷെയ്ഖുൽ ഇസ്ലാം പറയുള്ളൂ. ഇന്നത്തെ പോലെ അവർക്കില്ലാത്ത വാദം പറഞ്ഞ് എന്നിട്ട് എന്ത് ചെയ്യാ, നമ്മൾ അതിന് മറുപടി കൊടുക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഷെയ്ഖുൽ ഇസ്ലാമിന്റെ അടുക്കൽ ഉണ്ടായിട്ടില്ല. അത്രയും നൈപുണ്യനായിരുന്നു. എല്ലാ അറിവിലൂടെയും അദ്ദേഹം സഞ്ചരിച്ചു. ആ സഞ്ചാരത്തിനിടയിൽ അദ്ദേഹം വിവാഹം കഴിക്കാൻ പോലും എന്ത് ചെയ്തു, മറന്നുപോയി, വിട്ടുപോയി വിവാഹം കഴിക്കാൻ പോലും. എന്നിട്ടും ഷെയ്ഖുൽ ഇസ്ലാം തന്റെ അവസാന കാലത്ത് വേവലാതിപ്പെടുന്ന ഒരു വേവലാതി ഖുർആന്റെ വിഷയത്തിലാണ്. ഖുർആനിന്റെ ഇൽമിൽ എനിക്ക് ഒരുപാട് സമയം ചെലവഴിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന ഒരു വേവലാതി എന്ത് ചെയ്യുന്നുണ്ട്, ഷെയ്ഖുൽ ഇസ്ലാം ഉന്നയിക്കുന്നുണ്ട്. അവസാന കാലത്ത് പോലും 60ഓളം ഖത്തമുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം തീർത്തിട്ടുണ്ട്. എന്നിട്ടും പറയുന്നത് ഖുർആന്റെ വിഷയത്തിൽ ഒരുപാട് സമയം എനിക്ക് ചെലവഴിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്നു. കാരണം അള്ളാഹുവിന്റെ കലാമാണ്. ആ കലാം ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ചില സ്വഹാബാക്കൾ പറഞ്ഞതുപോലെ എത്ര ലഭിച്ചാലും ദൈവല വയറ് നിറയുകയില്ല എന്നാണ്. എത്ര തന്നെ പാരായണം ചെയ്താലും പഠനം നടത്തിയാലും അത് അവന് മതിയാകുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് ഖുർആന്റെ വിഷയത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിത്യവും എന്ത് ചെയ്യണം, പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പൊ നമ്മളിവിടെ അൽഹംദുലില്ലാഹ് ഒരുപാട് സൂറത്തുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സൂറത്തുകളൊക്കെ വീണ്ടും ഒന്ന് പാരായണം ചെയ്ത് അതിന്റെ അർത്ഥം ലഭിക്കുന്നുണ്ടോ, അതിന്റെ ആശയം മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യണം, നമ്മളൊരു വീണ്ടും വിചാരം നടത്തണം. അതൊക്കെ നോട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ നോട്ട് ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ആത്മാർത്ഥമായി പഠിക്കുകയും ഖുർആനിന്റെ പഠനത്തിൽ ഏറെ താല്പര്യം കാണിക്കുന്ന ഖുർആനിന്റെ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ യഥാവിധം സൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته.